എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഭൂതലത്തിൽ അന്ധകാരം നീക്കാ, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപ്പടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന്ന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷിയായി നിൽക്കുന്നത് എന്റെ പൈതലിന് വേണ്ടിയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ആദ്യം ഒരു പൈതൽ ലഭിച്ചു, അത് മരിച്ചുപോയി. അങ്ങനെ ഇവിടെ ആരാധനയിൽ വളരെയധികം നിലവിളിയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു. ബ്രദർ സിസ്റ്ററും പ്രാർത്ഥിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് തക്ക സമയത്ത് പൈതലിനെ ലഭിക്കുമെന്ന് ബ്രദറും സിസ്റ്ററും പറയുമായിരുന്നു. അതുപോലെ തന്നെ ഗർഭിണിയായതിനു ശേഷം പല സമയങ്ങളിലും ബ്ലീഡിങ്ങിന്റെ പ്രയാസവും വെയിറ്റിന്റെ കുറവും ഉണ്ടായി. അങ്ങനെ ഭാരപ്പെടുന്ന അവസ്ഥയിൽ ഒരു ദിവസം സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. അപ്പോൾ സിസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, തക്ക സമയത്ത് വിടുതലും ഒരു വെയിറ്റും എല്ലാം ഉള്ള ഒരു നല്ല പൈതലിനെ, ഒരു ആൺ തലമുറയെ തരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തക്ക സമയത്ത് വിടുതൽ ലഭിക്കുകയും ആൺ തലമുറയെ ദൈവം നൽകുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും കുടുംബത്തിനും വേണ്ടി സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവം ഞങ്ങളെ ഒരു സാക്ഷിയായി ഇവിടെ നിർത്തിയതിന് ദൈവത്തിന് കോടാനുകോടി സ്തോത്രം പറഞ്ഞുകൊള്ളുന്നു. 2002 വർഷം ഒരു തിങ്കളാഴ്ച വൈകുന്നേരം കണ്ണീരോടെ സിസ്റ്ററിനെ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞപ്പോൾ, നാളെ എൻ്റെ യേശുനാഥൻ എല്ലാം നോക്കിക്കൊള്ളും, ധൈര്യമായി ആരാധനയ്ക്ക് വരിക എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളുമായി ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ LMS ആരാധനയിലേക്ക് കലന്ന് അന്ന് അവിടെ പങ്കെടുത്ത് ബ്രദറിന്റെ ദൈവവചനം കേട്ട് അന്ന് തൊട്ട് കഴിഞ്ഞ ഈ 11 വർഷക്കാലവും ഞങ്ങളെ അധികമായ ഉന്നതിയിൽ ദൈവം ഞങ്ങളെ ഉയർത്തി നടത്തുന്നുണ്ട്. ഈ കൂട്ടായ്മയിലെ പങ്കെടുക്കുവാൻ ആണ് ആ പ്രതികൂലം വന്നതെന്ന് ഇന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് സന്തോഷപ്പെടാറുണ്ട്. ഈ പല പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോഴും ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഓരോ കാര്യത്തിലും അതിനായി പ്രാർത്ഥിച്ച് ഞങ്ങളെ ഇത്രത്തോളം മഹത്വമായി ദൈവം ഉയർത്തുവാൻ തക്കവണ്ണം ഇത് ബ്രദറിനും സിസ്റ്ററിനും പ്രത്യേകമായി നന്ദി പറയുന്നതോടൊപ്പം അന്ന് കൊണ്ടുവന്ന ആ പെൺകുട്ടികൾ 2 പേരെയും ഉന്നത പദവികളിലെ വിദേശ രാജ്യങ്ങളിൽ കുടുംബമായി ദൈവം ഉയർത്തി വെച്ചിട്ടുണ്ട്. ഈ 2 പെൺകുട്ടികളിൽ ഒരാൾ അമേരിക്കയിലും ഒരാൾ ആസ്ട്രേലിയയിലും കുടുംബസമേതം ഓരോ ആൺ തലമുറയോടുകൂടി അവർ അവിടെ താമസിച്ച് ഉന്നത പദവികൾ കൈകാര്യം ചെയ്യാൻ എൻ്റെ ദൈവം ഈ കൂട്ടായ്മ മുഖേന ഞങ്ങളെ അനുഗ്രഹിച്ച് പലപ്പോഴും ഇവിടെ പല തവണയും പല പ്രതികൂലം വന്ന ദൈവം ചെയ്ത അത്ഭുത സാക്ഷികൾ ഞങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ദൈവം ഈ അടുത്ത സമയത്ത് ചെയ്ത ഞങ്ങളുടെ ജീവിതങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. ഈ 2007 വർഷം എൻ്റെ ഓഫീസിലെ LICയുടെ ഒരു റിസിപ്റ്റ് വാങ്ങിക്കാൻ എൻ്റെ അടുക്കൽ വന്ന ഒരു വ്യക്തി, എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ വേറൊരു തിരക്കിലും കൂടി ആയിരുന്നുകൊണ്ട് പറഞ്ഞ് എൻ്റെ ഡയറിയിലുണ്ട്, ആ റിസിപ്റ്റ് എടുത്തുകൊണ്ട് ചെല്ലുക എന്ന് പറഞ്ഞ് ആ ഡയറിയിൽ എൻ്റെ ഭാര്യ ഒപ്പിട്ട ഒരു ബ്ലാങ്ക് ചെക്ക് ആ ഡയറിയിൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പോലും മറന്നിരുന്നതാണ്. അവൻ ആ റെസിപ്റ്റോട് കൂടി തന്നെ ഈ ബ്ലാങ്ക് ചെക്കും എടുത്തുകൊണ്ടുപോയി 1 വർഷം കയ്യിൽ വെച്ചിരുന്ന 1 വർഷം കഴിഞ്ഞപ്പോൾ അവനത് ലക്ഷങ്ങൾ എഴുതി ബാങ്കിൽ പ്രസന്റ് ചെയ്യുകയുണ്ടായി.
ബാങ്ക് മാനേജർക്ക് ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് സ്റ്റാഫ് പേയ്മെന്റ് വാങ്ങിച്ച് അത് അന്ന് നിർത്തിയെങ്കിലും അയാൾ അത് കോടതിയിൽ പ്രസന്റ് ചെയ്ത് കോടതിയിൽ കേസായി. ഇത് യാതൊരുവിധ കാര്യങ്ങളും അറിയാതെ എന്റെ ഭാര്യയുടെ പേർക്കാണ് കേസ്. എന്റെ ഡയറിയിലിരുന്നാണ് അത് മോഷണം പോയത്. അങ്ങനെ ജാമ്യം എടുക്കാൻ വേണ്ടി കോടതി പ്രതിക്കൂട്ടിൽ കയറി നിന്ന് ഭാര്യയെ കണ്ടപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്റെ കാരണം കൊണ്ട് എന്റെ ഭാര്യയെ എങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ എന്ന ആ ദുഃഖത്തോട് വെളിയിൽ ഇറങ്ങി, കോടതിയിൽ നിന്ന് ഞാൻ വെളിയിലിറങ്ങി കണ്ണിലൂടെ സിസ്റ്ററെ വിളിച്ച്, സിസ്റ്റർ ഇന്ന പോലെ ആ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുകയാണ്, ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, എന്റെ ദൈവം വലിയവനാണ്, അവരുടെ നിരപരാധിത്വം എന്റെ ദൈവം വെളിപ്പെടുത്തും, ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസം 18-ാം തീയതി കോടതിയിൽ നിന്ന് നിരപരാധി എന്ന് പറയുകയും ആ കേസ് തള്ളിക്കളയുകയും ചെയ്ത് എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് എന്റെ ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം ഉണ്ടാവதாக. ഞങ്ങളുടെ ജീവനുള്ള കാലത്തോളം ഈ കൂട്ടായ്മയ്ക്ക് വിശ്വസ്തരായിരിക്കുമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷി പറയുന്നത്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഭാര്യയ്ക്ക് വിശേഷമുണ്ടായി. അത് 3 മാസമായപ്പോൾ തന്നെ അത് അബോർഷനാകുകയും ആശുപത്രിയിൽ ഒരാഴ്ചത്തോളം ആശുപത്രിയിൽ കിടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ നിന്നും വിട്ട് ഞങ്ങൾ ഡോക്ടറിൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗർഭപാത്രത്തിന് കട്ടി ഇല്ലാത്തതുകൊണ്ട് ഗർഭിണിയാകാൻ നീ വളരെ വിഷമമാണ്, അത് നമുക്കിനി മരുന്നിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ വിഷമത്തോടെ ഞാനിവിടെ കൂട്ടായ്മയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബ്രദർ പ്രാർത്ഥനയിലൂടെ പറയുമായിരുന്നു, കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എല്ലാവരും എണ്ണിച്ചു നിൽക്കണമെന്ന് പറയുകയും അങ്ങനെ നിങ്ങൾക്ക് അത്ഭുതം യേശു അപ്പൻ തരൂ എന്ന് പറഞ്ഞിരുന്നു. ആ മാസം തന്നെ എൻ്റെ ഭാര്യ വിശേഷമാവുകയും ഞങ്ങൾക്ക് ഒരാൺകുട്ടിയെ തരികയും ചെയ്തിരുന്നു. ഇത്ര അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടി നന്ദികൾ. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്, എൻ്റെ സാക്ഷി. ഞാൻ ശ്വാസകോശ സംബന്ധമായി വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു നാൾ എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാക്കുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു. അനന്തപുരി ആശുപത്രിയിലായിരുന്നു. അങ്ങനെ അവിടെ സ്കാൻ ചെയ്ത് നോക്കുകയും ശ്വാസകോശം ആകെ കേടായി, നീ കേടാവാത്ത ഭാഗം ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആൾ മരിച്ചു പോകുമെന്നാണ് അവർ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് 1 ലക്ഷം രൂപ വേണമെന്നാണ് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി 24 മണിക്കൂറിന് ശേഷം അവർ പറയുകയാണ് 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുകയും അവിടെ ഞാൻ 1 മാസത്തോളം കിടക്കുകയും അവിടെ 10-25 രൂപ അവിടെ അടച്ച് വീട്ടിലോട്ട് വരികയും ചെയ്തിരുന്നു. വളരെ ഭാരത്തോടെ ഞാൻ ചുമയ്ക്കുമ്പോഴൊക്കെ ബ്ലഡ് വരുമായിരുന്നു. എൻ്റെ ജീവിതം തന്നെ ആകെ നാശത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കണമെന്ന് ഒരണ്ണൻ പറയുകയും ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്കുകയും എല്ലാ മാസവും വരികയും എല്ലാ ആഴ്ചയും LMS കമ്പൗണ്ടിൽ പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം വളരെ കൂടുതലായിരുന്നു എൻ്റെ വേദന. അങ്ങനെ ഞാൻ വളരെ ഭാരത്തോടെ ഞാൻ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുമായിരുന്നു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു, ഇതാ നിങ്ങളുടെ അസുഖം പരിപൂർണ ഭേദമായിരിക്കുന്നു, നിങ്ങളുടെ ശ്വാസകോശം പുതിയ ശ്വാസകോശമാണ് ദൈവം തരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കരം ഉയർത്തി കരം തട്ടി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ആശുപത്രിയിൽ പോവുകയും സ്കാൻ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ ഞാൻ വീട്ടിൽ പോയി കാണുകയും ചെയ്തിരുന്നു. ഡോക്ടർ പറഞ്ഞു, ശ്വാസകോശത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, ദൈവം തന്നെ നിങ്ങളെ അനുഗ്രഹിച്ചു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇന്ന് ഞാൻ ഭാര്യയോടും എൻ്റെ കുടുംബത്തോടും ഞാൻ നല്ല ജോലി ചെയ്ത് എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കുന്നു. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് ഞാൻ കോടി നന്ദികൾ പറഞ്ഞുകൊണ്ട്. പേരെന്താണ്? എൻ്റെ യേശുനാഥൻ, യേശു അപ്പൻ. ഞാൻ കരം ഉയർത്തി എല്ലാവരുടെ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് പറഞ്ഞത്. ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് വളർന്നത്. ഞാനിപ്പോൾ 3-4 വർഷം കൊണ്ട് ഈ കൂട്ടായ്മയിൽ ഞാനിപ്പോൾ സത്യദൈവത്തെ കാണുകയും ഞാനിപ്പോൾ അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒന്നുമില്ല. ഞാനിപ്പോൾ എപ്പോഴും യേശു മതി, യേശുനാഥൻ മാത്രം മതി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പേര് ജിതിൻ. ഞാൻ മണ്ണന്തല താമസിക്കുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫെബ്രുവരി 21-ാം തീയതി എനിക്കൊരു റോഡ് ആക്സിഡന്റ് ഉണ്ടാകുകയും ഞാൻ തലയിടിച്ച് റോഡിൽ വീഴുന്നു. അപ്പം തന്നെ ബ്ലഡ് വോമിറ്റ് ചെയ്തു. എനിക്ക് ബോധമൊന്നുമില്ലായിരുന്നു. നാട്ടുകാരൊക്കെ വിചാരിച്ചു ഞാൻ മരിച്ചെന്ന്. ആരും എന്നെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയില്ല. എന്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ എടുത്ത് എന്റെ ഫാമിലിയൊക്കെ അറിയിച്ചു.
മണന്തല പോലീസ് വന്നാണ് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ബ്രെയിനിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, ഇത് പ്രശ്നമാണ്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 99% വരെ ഓപ്പറേഷൻ ചെയ്താൽ ചാൻസ് ഇല്ല, ഓപ്പറേഷൻ ചെയ്താൽ തന്നെ ഡിസബിലിറ്റീസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സെക്കൻഡ് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടതെന്ന് പറയാൻ പറ്റും. അപ്പോൾ തന്നെ എന്റെ അച്ഛൻ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. എന്റെ അമ്മയും റിലേറ്റീവ്സും സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ സ്കാൻ എടുക്കുന്നതിന് മുമ്പ് ബ്രദർ വന്ന് എന്റെ തലയിൽ കൈവച്ചതിന് ശേഷമാണ് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയത്. സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പായി, ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വരുന്ന ദിവസങ്ങളിൽ ഡോക്ടർമാർക്ക് ഞാൻ അതിശയമായിരുന്നു. ഡോക്ടർമാർക്ക് തന്നെ അതിശയമായിരുന്നു. ഞാൻ പെട്ടെന്ന് റിക്കവറായി. ആക്സിഡന്റ് ആയിരുന്നു. ഒരാഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഫെബ്രുവരി 18 തൊട്ട് ഞാൻ കോളേജിൽ പോയി. ഇന്നലെ വരെ നടന്ന മോഡൽ എക്സാം ഞാൻ എഴുതിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് സാക്ഷി പറയുന്നത്. ദൈവത്തെ സ്തുതിച്ചാട്ടെ പ്രിയമുള്ളവരെ. ഇത്ര അത്ഭുതം പ്രവർത്തിച്ച് എന്റെ ജീവൻ എനിക്ക് മടക്കുന്ന ദൈവത്തിന് എന്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സജിത, സ്ഥലം കരുമം. ഞാൻ ഇന്ന് സാക്ഷി പറയുന്നത് എൻ്റെ ഒരു മാമന് വേണ്ടിയാണ്. കഴിഞ്ഞ ജനുവരി മാസം മാമനെ പാമ്പ് കടിക്കുകയുണ്ടായി. വീടിന് പുറത്ത് പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പാമ്പിൻ്റെ പുറത്ത് ചവിട്ടുകയും പാമ്പ് കടിക്കുകയും ചെയ്തു. അണലിയാണ് കടിച്ചത്. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു. പക്ഷേ മാമൻ്റെ അവസ്ഥ വളരെ സീരിയസ് ആയിരുന്നു. ഈ പാമ്പിൻ വിഷം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആവുകയും ബ്ലഡ് മൊത്തം ആവുകയും ബ്ലഡ് കട്ട പിടിക്കുകയും ചെയ്തു. ബ്ലഡ് എടുത്ത് പരിശോധനയ്ക്ക് പോലും കൊടുക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ വളരെ സീരിയസ് അവസ്ഥയിലായിരുന്നു. പിറ്റേന്ന് ഒരു ഉച്ച 1 മണിയോളം ആയപ്പോൾ ഞാനും ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നപ്പോൾ മാമൻ വളരെ സീരിയസ് അവസ്ഥയിലാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. വേദന കൊണ്ട് പുളയുന്ന അവസ്ഥ, ശരീരം മൊത്തം വീർത്ത് മരണ അവസ്ഥയിലായിരിക്കുകയാണ്. ഡോക്ടർ യാതൊരു പ്രതീക്ഷയും പറഞ്ഞില്ല. ഉടൻ തന്നെ ഞാൻ വളരെ വിഷമത്തോടു കൂടി സിസ്റ്ററെ ഫോണിലൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ മാമന്റെ കയ്യിൽ ഫോൺ കൊടുക്കുവാൻ പറഞ്ഞു. പക്ഷേ മാമന് ഈ ഫോൺ പിടിക്കുവാനോ സംസാരിക്കാനോ ഉള്ള അവസ്ഥയായിരുന്നില്ല. വളരെ സീരിയസ് അവസ്ഥയായിരുന്നു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ശരീരത്തിൽ നിന്ന് വിഷത്തിന്റെ അംശം ഇതാ പൂർണ്ണമായി ദൈവം എടുത്തു മാറ്റിയിരിക്കുന്നുവെന്ന്, പരിപൂർണ വിടുതൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ നിമിഷ നേരങ്ങൾക്കകത്ത് തന്നെ മാമൻ ശാന്തനാകുന്ന ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഉടൻ പറഞ്ഞു, എനിക്കിപ്പോൾ അല്പ ആശ്വാസം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. കൂടി നിന്ന ബന്ധുക്കളെല്ലാം ഇത് കാണുകയുണ്ടായി. അതുവരെയുള്ള എല്ലാ റിസൾട്ടുകളും നെഗറ്റീവായിരുന്നു. ഇതിനുശേഷം വന്ന ഓരോ റിസൾട്ടുകളും പോസിറ്റീവായി മാറുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ വിഷത്തിന്റെ അംശം ശരീരത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മാമിന് ഈ സമയത്ത് തന്നെ മറ്റേ കാലില് വെരിക്കോസിന്റെ അസുഖമുണ്ടായിരുന്നു. അത് ഓപ്പറേഷന് വേണ്ടി വച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതും ഈ കൂട്ടത്തിൽ പൂർണ്ണ വിടുതൽ കിട്ടി. പിന്നെ ഈ കാലിന്റെ ഈ പാമ്പ് കടിയേറ്റ ഭാഗത്ത് നീരും പഴുപ്പുമുണ്ട്, അത് പോന്തി കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഒരു ഓപ്പറേഷനും വേണ്ടി വന്നില്ല, അതും പൂർണ്ണമായിട്ട് ഉണങ്ങുകയും ചെയ്തു. അതുമാത്രമല്ല, മാമിന് ഡയബറ്റിക്, കൊളസ്ട്രോൾ എന്നീ രോഗങ്ങളുണ്ടായിരുന്നു. അതും പൂർണ്ണ വിടുതൽ, ഇപ്പോൾ നോർമലാണ്. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി ഓഫീസിൽ പോവുകയും ചെയ്യുന്നു. ഇത്രയും അത്ഭുതം ചെയ്ത യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഈ കൊളസ്ട്രോൾ, BP, വെറിക്കോസ് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നോ? ഇല്ല. ആമേൻ. കർത്താവ് തൊട്ടാൽ എല്ലാം മാറിപ്പോകും. കരമുയർത്തി ഒന്നുകൂടെ, കരമുയർത്തി കരം തട്ടി. ദൈവനാമം മഹത്വമുണ്ടാകാമാറാകട്ടെ. സാക്ഷി പറയുന്നത്,
എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 8 വർഷമായി, കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പല ട്രീറ്റ്മെന്റുകൾ ചെയ്തു ഒരു പ്രയോജനം ഉണ്ടായില്ല. ഞാൻ ജമ്മു കാശ്മീരിലായിരിക്കുന്ന സന്ദർഭത്തിൽ സിസ്റ്ററിനെ ഫോണിലൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ നാട്ടിൽ ലീവിന് വരുമ്പോൾ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് എന്നെ വന്ന് കാണാൻ പറഞ്ഞു. അപ്രകാരം തന്നെ ആരാധന കഴിഞ്ഞ് സിസ്റ്ററിനെ വന്ന് കാണുകയും സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾക്ക് ദൈവം തലമുറയെ തന്ന് അനുഗ്രഹിക്കുമെന്ന്. അപ്രകാരം തന്നെ 2011 ഒക്ടോബർ മാസം ഹൈഡോസ് മരുന്ന് കഴിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ 2011 നവംബർ മാസത്തിൽ ഒരു മരുന്നും കഴിക്കാതെ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം എനിക്ക് ഒരു മകളെ തന്നു. അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഓപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ എൻ്റെ ശരീരത്ത് ഡെലിവറിക്ക് മുന്നേയും ഷുഗർ ഉണ്ടായിരുന്നു. ഡെലിവറി സമയത്തും ഷുഗർ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ഷുഗർ ഒന്നും ഇല്ല. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുക പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ എൻ്റെ പേര് ഫ്രിൻസി ക്ലമന്റ് എന്നാണ്. ഞാനും എൻ്റെ വീട്ടുകാരും എല്ലാവരും മുടങ്ങാതെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം, സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ തന്ന 2 അത്ഭുതങ്ങളെയാണ് ഞാൻ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടിൽ MBAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. അവിടെ ഈ വർഷം ആദ്യമായിട്ട് ജാനുവരി സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളുടെ പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ കമ്പനികളായി ഞങ്ങൾക്ക് ജോലി തരാൻ വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കോളേജിലോട്ട് വന്നു. പിന്നെ ഗ്ലോബലി എക്കണോമി ഭയങ്കര, അതായത് സാമ്പത്തികം, ആഗോളപരമായി സാമ്പത്തികം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കമ്പനികൾ വളരെ കുറയുകയും ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമായിരുന്നു. അങ്ങനെ ഭാരത്തോടുകൂടി എൻ്റെ മാതാപിതാക്കൾ സിസ്റ്ററിനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, മകൾക്ക് ഉയർന്ന ജോലി തന്നെ ദൈവം നൽകുമെന്ന്. അതിന് പ്രകാരം ഉയർന്ന ജോലി ലഭിച്ചോ? എവിടെയാണ് ജോലി ലഭിച്ചത്? എനിക്ക് ദുബായിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ. എന്ത് ജോലിയാ? എനിക്ക് മാനേജർ ആയിട്ട് ജോലി. എത്ര സാലറി നിങ്ങൾക്കുണ്ട്? 1 ലക്ഷം. 1 ലക്ഷത്തി 1 ലക്ഷം മാസം 1 ലക്ഷം. മാസം 1 ലക്ഷം ശമ്പളത്തോടുകൂടെ ദൈവം ഈ സഹോദരിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ജോലി കൊടുത്തു ദുബായില്. ഇത്രയും അത്ഭുതം വിളിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടാമതായി എനിക്ക് ഒരു സാക്ഷി കൂടിയുണ്ട്. എൻ്റെ ഒരു ഫയലിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും അടങ്ങുന്ന ഒരു ഫയൽ കോളേജിൽ നിന്ന് നഷ്ടമായി. ഇത് നിങ്ങൾക്ക് കിട്ടുമെന്ന്, ഈ പാസ്പോർട്ടും ഒക്കെ തിരികെ കിട്ടുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല? പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് നഷ്ടപ്പെട്ട പാസ്പോർട്ടും എല്ലാ റെക്കോർഡ്സും കർത്താവ് ഈ സഹോദരിക്ക് കരത്തിലെടുത്തു കൊടുത്തു. അങ്ങനെയല്ലേ ഇങ്ങനെ സാക്ഷ്യം പറയുക? ഡിസംബർ മാസമായിരുന്നു കളഞ്ഞു പോയത്. ഞങ്ങൾ വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. ദൈവമായിട്ട് അതിനെ മുടക്കി ഒരു ഡ്യൂപ്ലിക്കേറ്റും അപ്ലൈ ചെയ്യേണ്ടി വന്നില്ല. എൻ്റെ മാതാപിതാക്കൾ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറഞ്ഞു എല്ലാ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ പ്രകാരം ദൈവം എല്ലാ സർട്ടിഫിക്കറ്റും മാർച്ച് മാസം 4-ാം തീയതി എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും തിരിച്ചു തന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഈ മാതാവിന്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. ഈ മാതാവിന്റെ മകളുടെ പൈതല് അണുബാധ ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർമാർ പറഞ്ഞു ഈ കുഞ്ഞു പൈതൽ, കരത്തിലിരിക്കുന്ന പൈതൽ മരിച്ചു പോകും, യാതൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോക്കാനാണ് പറഞ്ഞു. ഹൈന്ദവ കുടുംബത്തിലെ മാതാവ് ഞങ്ങളെ അറിയുന്ന ഒരു സഹോദരൻ ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിരുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രേ ഗാർഡൻസിൽ വിളിച്ചിരുന്നു. കർത്താവിന്റെ ദാസിയായ അടിയാൾ ഈ കുഞ്ഞു പൈതലിന് വേണ്ടി ദൈവസേനയെ പ്രാർത്ഥിച്ചു. കർത്താവ് ഇതാ നിങ്ങളുടെ പൈതലിനെ തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നു പറഞ്ഞ ക്ഷണത്തിൽ തന്നെ 3 ദിവസം നിർത്താതെ കരഞ്ഞ് ശരീരം മൊത്തം അഴുകിയിരുന്ന കുഞ്ഞിനെ കർത്താവ് തൊട്ട് പരിപൂർണ സൗഖ്യം നൽകി. മരിച്ചു പോകുന്ന വിധി എഴുതിയ കുഞ്ഞിനെ ജീവനോട് കർത്താവ് സാക്ഷിയാക്കി എടുത്തി. എൻ്റെ മകളുടെ കുഞ്ഞിനെ 13 ദിവസം SAT-യിൽ കിടത്തിയിരുന്നു. ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഇഞ്ചക്ഷൻ കയറുന്നില്ല, ഈ കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു. അന്നേരം ഈ മകൾ എന്നെ വിളിച്ചു പറഞ്ഞു എന്ത് അസുഖമായിരുന്നു കുഞ്ഞിന്? അണുബാധ, ശരീരം മൊത്തവും വർണ്ണമായി ഒരുമാതിരി. ഡോക്ടർമാർ ചികിത്സിക്കയില്ല, കൊണ്ടുപോകണം പറഞ്ഞു. കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അന്നേരം ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ചു. എന്നോട് വിളിച്ചു പറഞ്ഞു, വല്യമ്മ എന്റെ മോൻ എങ്ങനെയാണ്, അണുബാധ ബാധിച്ചിരിക്കുകയാണ്,
എന്തെങ്കിലും ചെയ്യണമെന്ന്. ഞാൻ അവിടെ നിന്നും കൊണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ബദറിനെ വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും എനിക്ക് ചെയ്യണം, എൻ്റെ മകളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകും. അപ്പോഴേ എനിക്ക് ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഫോണിലൂടെ ഞാൻ നിങ്ങളെ മകളുടെ കുഞ്ഞിനെ യേശു തൊട്ടിരിക്കുന്നു, കുഞ്ഞിനെ യേശു. അപ്പോൾ തന്നെ ഡോക്ടർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന് ഞങ്ങൾ ചികിത്സ കൊടുക്കുന്നു, നിങ്ങൾ പേടിക്കണ്ട. ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ തന്നെ എന്റെ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു, വല്യമ്മ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇനി പരിപൂർണ്ണ സൗഖ്യമായിരിക്കും. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. ആരാണ് നിങ്ങൾക്ക് സൗഖ്യം തന്നത്? യേശു അപ്പച്ചനാണ്. മതിയോ ഈ യേശു? ഇനി മതിയോ നിങ്ങൾക്ക്? യേശു മതി. യേശുവിനെ വിടമോ ഇനി? ഇല്ല. കൈകളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെയാണ് ഞാനിവിടെ സാക്ഷീകരിക്കുന്നത്. കല്യാണശേഷം എനിക്ക് ഓവറിയിൽ സിസ്റ്റ് ഉള്ളതിനാൽ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ 2012 സെക്കൻഡ് സാറ്റർഡേ ആരാധനാ മധ്യേ ബ്രദർ തലമുറയ്ക്കായി അപേക്ഷിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് കരമുയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ആ സമയം ഞാനും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. അതിനുശേഷമുള്ള സ്കാനിങ്ങിൽ എന്റെ കുഞ്ഞിനോടൊപ്പം എന്റെ വയറ്റിൽ 2 മുഴകളും ഉണ്ട് എന്ന് കാണപ്പെട്ടു. ഞാൻ പവർ വിഷൻ ടിവിയിലെ TV സ്പോൺസറിംഗ് പരിപാടിയിൽ ബ്രദറിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പ്രാർത്ഥനാ മധ്യേ ബ്രദർ വയറ്റിലെ കട്ടികൾ മാറിപ്പോകുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എന്റെ വയറ്റിലെ 2 മുഴകളും ദൈവം എടുത്തു മാറ്റിയിരിക്കുന്നു. 2013 ജനുവരി 25 എനിക്കൊരു ആൺ തലമുറയെ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയവ ചെയ്ത ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. നന്ദി യേശുവേ. കൈകളെ ഉയർത്താം, ദൈവത്തെ സ്തുതിക്കാം. വാ തുറക്കാം. നന്ദി യേശുവേ നന്ദി. കർത്താവേ നന്ദി. ദൈവമേ നന്ദി. വാ തുറക്കുക. കാഴ്ചക്കാരായി നിൽക്കരുത്. യേശുവേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് അനുഗ്രഹത്തിൻ നാൾ. Tonight is the day of blessing for you. ഇന്ന് അനുഗ്രഹത്തിൻ നാൾ. വാ തുറക്കുക. പ്രിയമുള്ളവരെ, വാ തുറക്കുക. ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടുന്നു. ആരാധിക്കാൻ വിടാതെ, സ്തുതി സ്തോത്രം അർപ്പിക്കാൻ വിടാതെ നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ദുഷ്ടന്റെ കൈ ഇന്നോട് പൊട്ടുന്നുടാ. കൈകൾ ഉയരട്ടെ. 2 കൈകളും. ആമേൻ. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നതാണ്. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാ തുറന്ന് ദൈവത്തിന് നന്ദി അർപ്പിച്ചാട്ടെ. കൃപ. ദൈവകൃപ. സ്വർഗം താണിറങ്ങി വരുന്നു. For you. അപ്പാ പിതാവേ, അടിയനോട് മനസ്സലിയണമേ.
അടിയന്റെ തലമുറയോട് മനസ്സലിയണമേ. വാ തുറന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. മൈ ഫാദർ ഇൻ ഹെവൻ, ക്ലെൻസ് എവരിവൺ ഓ ലോർഡ്, ക്ലെൻസ് എവരിവൺ. അഭിഷേകത്തി കൊടുങ്കാറ്റായി ഇറങ്ങി എല്ലാരെയും ശുദ്ധീകരിക്കണം. ഇപ്പോൾ 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 നൗ 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 ഓർ നെവർ. ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല, ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല. അഭിഷേക ടീം നിങ്ങളിൽ നന്ദി 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 യേശുവേ നന്ദി. കണ്ണുനീട്ടുമ്പോൾ മാനശാലിയോന, കണ്ണുനീട്ടുമ്പോൾ മാനശാലിയോന. ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഓം ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ സ്തോത്രം. പിതാവേ, ഞാൻ അങ്ങയുടെ വേലക്കാരൻ, ഇവർ അങ്ങയുടെ ജനമാണ്, സ്വന്ത ജനം, യുവർ ഓൺ ജനറേഷൻ, യുവർ ഓൺ പീപ്പിൾ. ഓല അങ്ങയുടെ സ്വന്ത ജനം, ഇവിടെ ആവശ്യങ്ങളിന്മേൽ സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ അത്ഭുതകരം ഇറങ്ങട്ടെ. ഇപ്പോൾ വിടുതൽ നൽകട്ടെ. കടിച്ചു കീറുവാൻ ഒരുങ്ങി നിൽക്കുന്ന സൈത്താന്റെ സർപ്പത്തിന്റെ കരം യേശുവിൻ നാമത്തിൽ ഞാൻ തകർക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് സമാധാനം നൽകണം, സ്വാതന്ത്ര്യം നൽകണം, അനുഗ്രഹം നൽകണം, അഭിവൃദ്ധി നൽകണം. യേശുവേ, എന്റെ ബുദ്ധിയിൽ നിന്ന് ഒന്നും പുറപ്പെടരുത്. ദൈവശക്തിയിൽ നിറഞ്ഞ ദിവ്യവചനം ജനത്തെ കേൾപ്പിക്കുന്നതിനായി നന്ദി. യേശു നാമത്തിൽ പിതാവേ, ആമേൻ. ഇരിക്കാം. ലൂക്കോസ് 24:5-6. ലൂക്കോസ് സുവിശേഷം 24:5-6. നിങ്ങൾ ജീവനുള്ളവന് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല, അവൻ കല്ലറയിലില്ല. നിങ്ങൾ ജീവനുള്ളവന് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Why do you seek the living among the dead? He is not here, but he is risen. உயிரோடு இருக்கிறவரை நீங்கள் மரித்தோரிடத்தில் தேடுகிறது என்ன? அவர் இங்கே இல்லை, அவர் உயிர்த்தெழுந்திருக்கிறார். அவர் உயிர்த்தெழுந்தார். He is not here. Jesus Christ is not in the grave. Jesus Christ is not in the tomb. Jesus Christ is risen. He rose up. എന്റെ രക്ഷിതാവ് കല്ലറയിൽ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ. അവനിൽ ജീവനുണ്ട്. അവൻ മരിച്ചവൻ ഒരിക്കൽ, പിന്നെ ഉയർത്തവൻ എന്നേക്കും. ഒരുക്കിയ സുഗന്ധവർഗം കയ്യിലെടുത്ത് അരിമത്തിയ ജോസഫിന്റെ കല്ലറയിൽ വയ്ക്കപ്പെട്ട യേശുവിന്റെ ശരീരം കാണാൻ
ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മരിയമും മറ്റേ മരിയമും വന്ന് നിന്നപ്പോൾ 2 ദൂതന്മാർ അവരോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് നാം കുറിവാക്യമായി വായിച്ചത്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഹിയർ, ഹി ഈസ് റൈസൺ. അതേപോലെ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിനായി പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ ഏകനായി നിലവിളിക്കുമ്പോൾ സ്വർഗീയ കാഹള ധ്വനിക്ക് ഒത്ത ശബ്ദം അവൻ കേട്ട് മരിച്ചവനെ പോലെ വീണ് ഉയർത്തെഴുന്നേറ്റ യേശു അവനെ തൊട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18 വചനങ്ങളിൽ യേശു കർത്താവ് അവനോട് അരുളി ചെയ്യുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. Once I was dead, but now I live evermore. ഒരിക്കൽ ഞാൻ മരിച്ച് ഇന്ന് എന്നേക്കും നാം ജീവിച്ചിരിക്കുന്നു. അവനിൽ ജീവനുണ്ട്, നിരന്തര ജീവൻ, സദാ ജീവിക്കുന്നവൻ. എബ്രായർ 7:25 യോഹന്നാൻ 1:4 യോഹന്നാൻ സാക്ഷീകരിക്കുന്നു, there is life in him, there is life in him. അവനിൽ ജീവനുണ്ട്. നാം കരഞ്ഞാൽ, നാം പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ഹൃദയം തകർന്നാൽ, നാം മാറത്തടിച്ച് യേശുവേ എന്ന് നിലവിളിച്ചാൽ അവന്റെ സന്നദ്ധയിൽ നിന്ന് നിനക്ക് വിടുതൽ നൽകുവാൻ പുറപ്പെടുന്നത് അവന്റെ ജീവനാണ്, അവന്റെ ജീവനാണ്. Therefore my brother cheer up, therefore my sister cheer up, never be loose hearted. ആരും തളർന്നു പോകരുതേ, ആരും അധൈര്യപ്പെടരുതേ, ധൈര്യപ്പെടുക. നാം നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ജീവൻ നിന്നെ ലാക്കാക്കി ഇറങ്ങും, നിനക്ക് ശപിക്കും തരുവാൻ. 12 ആണ്ടുകാലം രക്തസ്രവം കൊണ്ട് വലഞ്ഞ സ്ത്രീ തന്റെ സമ്പാദ്യമൊക്കെയും ഡോക്ടർമാർക്ക് നൽകിയിട്ടും എല്ലാ വാതിലും അടഞ്ഞ് ഒടുക്കം അവസാനം ആ സ്ത്രീ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, she came and touched the edge of Jesus Christ. The Bible says all of a sudden the healing virtue started proceed out of the edge of garment of Jesus and healed her immediately. എപ്പോൾ അവൾ യേശുവിന്റെ വസ്ത്രത്തിൻ അറ്റം തൊട്ടുവോ അപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന യേശു കർത്താവിന്റെ ജീവൻ പുറപ്പെട്ട് 12 ആണ്ടുകളായി അവളെ കാർന്നു തിന്ന ബ്ലീഡിംഗ് രോഗം ക്ഷണത്തിൽ യേശു സൗഖ്യമാക്കി. അതേ ജീവൻ ഇവിടെ ഉണ്ട്. കുഷ്ഠരോഗി, പാളയത്തിൽ കിടന്നു മരിക്കാൻ വിധിക്കപ്പെട്ടവൻ യേശുവിന്റെ അടുക്കൽ വന്ന്, if at all you are willing my Lord, touch your hand and heal me. അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ തൊട്ട് സൗഖ്യമാക്കണമേ. മത്തായി സുവിശേഷകൻ എഴുതുന്നു 8:3 യേശു തന്റെ കരം നീട്ടി അവനെ തൊട്ട്, കുഷ്ഠരോഗിയെ തൊട്ട് ജീവൻ പുറപ്പെട്ട് അതേ ജീവന്റെ കരം നിന്നലാക്കാക്കി ഇറങ്ങി വരുന്നു. വിശ്വസിക്കുന്നവർ 2 കരങ്ങളെയും ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവി. ഹല്ലേലൂയ. ആകയാൽ സഹോദര സഹോദരി, ഈ യേശുവിന് ഇനി നീ കല്ലറയിൽ ചെന്ന് അന്വേഷിക്കരുത്, ഒരു പുണ്യവാളന്റെ അടുക്കൽ പോയി അന്വേഷിക്കരുത്, പുണ്യവാള സ്ഥലത്തിൽ ചെന്ന് അന്വേഷിക്കരുത്, വിഗ്രഹത്തിന്റെ മുമ്പിൽ അന്വേഷിക്കരുത്. യേശുവിനെ അന്വേഷിച്ചു വന്ന് മഗ്ദലക്കാരത്തി മറിയുടെ മുമ്പിൽ Jesus Christ most faithfully gave his first vision to her. ആദ്യ ദർശനം അവൾക്ക് നൽകി. യോഹന്നാൻ 20:17 നമ്മ പഠിപ്പിക്കുന്ന യേശു കർത്താവ് അവളോട് അരുളി ചെയ്യുന്നു, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക.
ഞാൻ സെമിനറിയിൽ പഠിച്ചത് അല്ല നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എന്റെ അപ്പൻ എന്നോട് അരുളി ചെയ്തത്, എന്നെ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ദാറ്റ്സ് ആൾ. ആമേൻ, ഹല്ലേലൂയ. ഈ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടെ നിങ്ങളെ ദൈവം ഉയർത്തും. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളെ വേലി കെട്ടി പൊറുതി മുട്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ തകർന്ന് നിങ്ങളുടെ മുമ്പിൽ വീഴും. മഗ്ദലക്കാരത്തി മറിയത്തോട് യേശു കൽപ്പിക്കുന്നു, എന്നെ തുടരുത്, ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെ പോയിട്ടില്ല. പിന്നെ അവൻ എവിടെ പോയി? ആമേൻ. പിന്നെ യേശു എവിടെ പോയി? ഉയർത്തെഴുന്നേറ്റവൻ എവിടെ പോയി? മരണത്തെ ജയിച്ചവൻ യുഗായുഗമായി ജീവപര്യന്തം പാതാളത്തിൽ മരണപീഡിയോട് ബന്ധിക്കപ്പെട്ടിരുന്ന പഴയ നിയമ വിശുദ്ധന്മാരെ മരണഭീതിയിൽ നിന്ന് വിടുവിക്കുവാൻ ഉയർത്തെഴുന്നേറ്റവൻ പാതാളത്തിൽ ഇറങ്ങിപ്പോയി. ആമേൻ. He went down to Sheol. മരണഭീതിയിൽ യുഗായുഗമായി. ഈ മരണത്തിൽ എനിക്ക് വിടുതൽ കിട്ടുമോ? Who will redeem us from the eternal death? ഈ മരണത്തിൽ നിന്ന് ഞങ്ങളെ ആർ മോചിക്കുമെന്ന് യുഗായുഗമായി അടമ പാതാളത്തിൽ, അല്ലെങ്കിൽ ആബ്രഹാം പിതാവിന്റെ മടിയിൽ ലൂക്കോസ് 16:23 പ്രകാരം കാത്തിരുന്ന്, മരണഭീതിയിൽ കാത്തിരുന്ന് പഴയ നിയമ ഭക്തന്മാരെ മോചിക്കുവാൻ ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പാതാളത്തിൽ കടന്നുപോയി. മരണം ഒരു ഭീതിയാണ്, നമുക്കല്ല, പുതിയ നിയമ ഭക്തന്മാർക്കല്ല, പഴയ നിയമ ഭക്തന്മാർക്ക് മരണം ഒരു ഭീതി. ദൈവഭക്തൻ യോബ് പോലും എഴുതുന്നു. യോബുവിൻ പുസ്തകം 17:13 ഇരുട്ടിൽ ഞാൻ എന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു, പാതാളം എന്റെ വീട്. ആമേ. ഇവൻ നീതിമാൻ, ഇവൻ നിഷ്കളങ്കൻ, ഇവൻ ദോഷമിട്ട് അകന്നു നടക്കുന്നവൻ എന്ന് ദൈവത്താൽ സാക്ഷീകരിക്കപ്പെട്ട ദൈവഭക്തൻ നീതിമാൻ യോബ് പോലും എഴുതുന്നു. മരണം ഇരുട്ടിൽ ഞാൻ കിടക്ക വിരിച്ചിരിക്കുന്നു, പാതാളം എന്റെ വീട്. I go during death, go into the deeper of Sheol. പാതാളം എന്റെ വീട്. അങ്ങനെ മരണഭീതിയിൽ നിന്ന് പഴയ നിയമ ഭക്തന്മാരെ മോചിക്കുവാൻ പാതാളത്തിൽ കടന്നുപോയി. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാസിന് തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവര് ഒക്കെയും യേശു വിടുവിച്ചു. മരണച്ചങ്കലയിൽ ബന്ധിക്കപ്പെട്ട പഴയ നിയമ ഭക്തന്മാരെ വിടുവിക്കുവാൻ എഫേസ്യർ 4:8 പൗലോസ് ഒന്നുകൂടെ സ്പഷ്ടമാക്കുന്നു, അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി. മനസ്സിലായവർ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. He went deeper into Sheol, the bosom of Abraham. പാതാളത്തിൽ ആഴത്തിൽ കടന്നുപോയി ബദ്ധന്മാര് അഥവ യുഗായുഗമായി മരണപീഡിയിൽ അടിമച്ചങ്കലിൽ കഴിഞ്ഞ പഴയ നിയമ ഭക്തന്മാര് ബദ്ധന്മാര് പിടിച്ചു കൊണ്ടുപോയി. He led the captivity captive. Jesus Christ rose up and went deeper into Sheol and led captivity into captive. മരണച്ചങ്കലയിൽ ബന്ധിക്കപ്പെട്ടവരെ മോചിക്കുവാൻ യേശു പാതാളത്തിൽ കടന്നുപോയി. പാതാളത്തിൽ കടന്നുപോയ കർത്തവ്യം ചെയ്തിട്ട് അവൻ പിതാവിന്റെ അടുക്കൽ പോകുന്ന വഴിയിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മഗ്ദലക്കാരത്തി മറിയം കണ്ട്, സ്ത്രീയെ നീ എന്നെ തുടരുത്. അവൾ നിലവിളിച്ച് റബൂനി,
വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അടുത്ത സംഭവം 1 പത്രോസ് 3:22 പത്രോസ് ലേഖ ഒരു വസ്തുത കൂടെ അവിടെ എഴുതുന്നു. അതിനുശേഷം യേശു സ്വർഗത്തിലേക്ക് പോയി. ആമേൻ. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. നാം ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം അധമപാളത്തിൽ പോയി പഴയ നിയമ ഭക്തന്മാരെ മരണഭീതിയിൽ നിന്ന് മോചിച്ച്, പിന്നെ പത്രോസ് എഴുതിയ ലേഖനത്തിൻ പ്രകാരം പരലോകത്തിൽ സ്വർഗത്തിൽ കടന്നുപോയി പിതാവിന്റെ വലതുഭാഗത്തിൽ ഇരിക്കുന്നു. പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവൻ നമുക്ക് വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അതാണ് ചിന്താ വിഷയം. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. തീയിൽ നിറഞ്ഞ് വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപ ഒഴുകുന്നു. വാ തുറക്ക, വാ തുറക്ക, വാ തുറക്കാം. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അതിനു മുമ്പ് ഉയർത്തെഴുന്നേറ്റവൻ അടമപാളത്തിൽ പോയി പിന്നെ സ്വർഗത്തിൽ ചെന്ന് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവൻ അതിനു മുമ്പ് മനുഷ്യനായി അപ്പോസ്തല പ്രവൃത്തികൾ 10:38 പ്രകാരം ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. He went doing good. അവൻ സഞ്ചരിച്ചവന് സ്വർഗത്തിലെ ദൈവം സഹോദരി നിങ്ങൾക്ക് വേണ്ടി, സഹോദര നിങ്ങൾക്ക് വേണ്ടി ഐശയ പ്രവാചകൻ എഴുതുന്ന ദൈവം അവനെ തകർത്ത് കളഞ്ഞ്. അന്ന് തുടങ്ങിയതല്ല യേശുവിന്റെ ചരിത്രം. അന്ന് തുടങ്ങിയതല്ല ക്രിസ്ത്യാനികളുടെ ചരിത്രം. 2000 ആണ്ടുകൾ മാത്രമല്ല ദൈവ മാർഗത്തിന്റെ ചരിത്രം തുടങ്ങുന്ന ആ പശ്ചാത്തലം ഒരു കമ്പ്യൂട്ടർക്കും അറിഞ്ഞിക്കൂടാ. പക്ഷെ മീകാ പ്രവാചകൻ എഴുതുന്ന മീകാ പ്രവചനം 5-ാം അധ്യായം 2-ാം വചനത്തില് അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളത്. ക്രിസ്തുവിന്റെ ഉത്ഭവം പണ്ടേ ഉള്ളത്. ഫ്രം എറ്റേണിറ്റി ടു എറ്റേണിറ്റി. അവന്റെ മുമ്പിലും ഒരുത്തനുമില്ല, യേശുവിന് ശേഷമും ഒരുത്തനുമില്ല. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളത്. യുഗായുഗമായി 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം സൃഷ്ടിച്ച് അതിന്റെ താഴെ ആകാശം, ആകാശങ്ങൾ കോടാനുകോടി നക്ഷത്രക്കൂട്ടം, അതിന്റെ താഴെ ഭൂമി, ഭൂമിയിൽ പാർക്കുവാൻ സഹാബ്ദമായി മനുഷ്യജാതി, അതിന്റെ താഴെ പാതാളം, നരകം, ഇതെല്ലാം നിർമ്മിച്ച് ക്രമം തെറ്റാതെ ക്രമത്തോട് സകല സിസ്റ്റത്തെയും ഡിസിപ്ലിനായി നിയന്ത്രിക്കുന്ന ഒരുത്തന്റെ കരം ഉണ്ട്. ആ കരം എന്റെ രക്ഷിതാവ് യേശുവിന്റെ കരമാണ്. ആ ദൈവം ഉണ്ട് എന്ന് നീ വിശ്വസിക്കണം. മൈ ഗോഡ് എക്സിസ്റ്റ്. ആ ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ തന്നെ നീ ചുമന്നു വന്ന ശാപം, നീ കൊണ്ടുവന്ന ഭാരം, നിന്നെ തകർക്കുന്ന രോഗം നല്ലൊരു ശതമാനം നരകത്തിലേക്ക് പോകും. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സദൃശവാക്യം 8-ാം അധ്യായം 27 യേശു കർത്താവിന്റെ ഓറിജിൻ, അവന്റെ ആദ്യം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ
യേശു കർത്താവ് സാക്ഷിക്കുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആമേൻ. സദൃശവാക്യം 8:27 Jesus Christ testifies, while my father Jehovah prepared heaven, the Bible says, Jesus Christ declares, I was there. സ്വർഗത്തെ പിതാവാം ദൈവം നിർമ്മിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ ചരിത്രം തുടങ്ങുന്നത് 2000 ആണ്ടുകൾക്ക് മുമ്പ് അല്ല. എന്റെ ഉത്ഭവം പണ്ടേ ഉള്ളത്. സദൃശവാക്യം 8:30 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. എവിടെ ഇരുന്ന്? യോഹന്നാൻ 1:18 പിതാവാം ദൈവത്തിന്റെ മാറിടത്തിലിരുന്ന്, ദൈവത്തിന്റെ മാറിടത്തിൽ ബോസത്തിൽ ആയിരുന്നവൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു യോഹന്നാൻ 6:38 2000 ആണ്ടുകൾക്ക് മുമ്പ് നിന്നെയും എന്നെയും ഈ ഭൂമിയിലുള്ള സർവമതത്തിൽപ്പെട്ടവരെയും സകല മനുഷ്യരെ രക്ഷിക്കുവാൻ യേശു ജനിച്ചു വന്നവനല്ല, ഇറങ്ങി വന്നവൻ. യോഹന്നാൻ 6:38 ഒരിക്കൽ കൂടാ ദൈവം മോശയോട് അരുളി ചെയ്യുന്നു, know my identity, I am that I am. know my identity. നീയും ഈ ലോകമും എന്നെ അറിയണം, ഞാൻ ആരെന്ന്. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. இருக்கிறவராகவே இருக்கிறேன். ஹல்லேலூயா. இருக்கிறவராகவே இருக்கிறேன். I am that I am. പൗലോസ് എഴുതുന്നു, ജനിച്ചവൻ, മരിച്ചവൻ, ഉയർത്തവൻ. 2 തിമോത്തിയോസ് 2:8 പൗലോസ് എഴുതിയ ആ വചനം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. കാൽവരി നാടൻ என் ரட்சகன் கல்லறைக்குள் ஓடுங்கியில்லா. கால்வரி நாடன் என் ரட்சகன் கல்லறைக்குள் ஓடுங்கியில்லா. மேர்த்தூவை வெண்ணவன் அடோன்னடன் விண்ணில் கர்த்தாதி கர்த்தாவாய் வாழுന്നവൻ വാഴുന്നവൻ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. எல்லாரும் கையடிச்சு பாட. நாம் பாட்டு கேட்கான் வந்தவரல்ல. സിനിമാക്കാരൻ പാടും, ജനം കേൾക്കും, പിന്നെ കൈയടിക്കും. ദൈവമക്കൾ പാടാനും പാട്ട് കേൾക്കാനുമല്ല, എല്ലാവരും ഒരുമിച്ച് പാടണം. കേൾക്കുന്നവൻ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. My Jesus Christ is not in the grave. അവൻ കല്ലറയിലില്ല. അവൻ ഉയർത്തെഴുന്നേറ്റവൻ സ്വർഗത്തിലേക്ക് പോയി പിതാവിന്റെ വലതുഭാഗത്തിൽ ഇരുപ്പാൻ. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. കാൽവരി നാടൻ എൻ രക്ഷകൻ കല്ലറക്കുള്ളൊടുങ്ങിയില്ല. കാൽവരി നാടൻ എൻ രക്ഷകൻ കല്ലറക്കുള്ളൊടുങ്ങിയില്ല. മൃദുവെ വെണ്ണവൻ അദ്യോന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവ വാഴുന്നവൻ, വാഴുന്നവൻ.
ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഈ ക്ഷീരിയിൽ ഇല്ല മറ്റൊന്നും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യം ഈ ക്ഷീരിയിൽ ഇല്ല മറ്റൊന്നും നിശ്ചയമാ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിൽ ഉണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. ആശ്രയം യേശുവിൽ. തീ ഇറങ്ങുന്നു, അഭിഷേക തീ ഇറങ്ങുന്നു, അഭിഷേക തീ ഇറങ്ങുന്നു. നിന്നെ സന്തോഷിക്കാൻ വിടാതെ, നിന്നെ കൈയടിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാൻ വിടാതെ, നിന്നെ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ വിടാതെ, ഉള്ളിൽ ഉല്ലാസം കൊള്ളുവാൻ വിടാതെ നിന്നെ അറസ്റ്റ് ചെയ്ത് വച്ചിരുന്ന ദുഷ്ടന്റെ കെട്ടുകൾ ഇപ്പോൾ പൊട്ടുന്നു, ഇപ്പോൾ പൊട്ടുന്നു, ഇപ്പോൾ പൊട്ടുന്നു. യേശുവിൻ നാമത്തിൽ ചങ്കലുകൾ അഴിഞ്ഞു വീഴുന്നതാ, വീഴുന്നതാ. എല്ലാവരുടെ കൈകളും ഉയർത്തി അന്യഭാഷ സംസാരിച്ച് ആത്മാവിൽ നിറഞ്ഞ് രണ്ട് കൈകളെയും ഉയർത്തി കൈകളെ തട്ടി ആരാധിക്കുക. രഘാലദണ്ഡനദബ. കൃപ, 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 കൃപ. സ്വർഗത്തിൽ പോയ രക്ഷിതാവ് ഇന്ന് എന്ത് ചെയ്യുന്നു? അതാണ് ചിന്താ വിഷയം. വാട്ട് ഈസ് ഹി ഡൂയിങ് നൗ? വാട്ട് ഈസ് മൈ ഫാദർ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡൂയിങ് നൗ ഇൻ ഹെവൻ? അവൻ ഇന്ന് എന്ത് ചെയ്യുന്നു? താല്പര്യമില്ലേ കേൾക്കുവാൻ? ഉണ്ടോ? നമ്പർ 1, എബ്രായർ 10-ാം അധ്യായം 12-13 വചനങ്ങളിൽ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം അവൻ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. He is waiting. He is waiting. He is very peacefully waiting, sitting on the right hand side of Heavenly Father. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം ഉയർത്തെഴുന്നേറ്റ യേശു തമ്പുരാൻ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിൽ അവൻ കാത്തിരിക്കുന്നു. ദൈവത്തിന് ശത്രുക്കളുണ്ടോ? ദൈവത്തിന് എതിരാളികളുണ്ടോ? ദാവീദ് രാജ സങ്കീർത്തനം പുസ്തകത്തിൽ 73:1 എഴുതുന്നു, എന്റെ ദൈവം നല്ലവൻ തന്നെ. അതേ ദൈവം. എബ്രായർ 10:5 പ്രകാരം, കൊലോസിയർ 2:9 പ്രകാരം, 1 തിമോത്തീസ് 3:16 പ്രകാരം ഒരു മനുഷ്യനായി യേശു ക്രിസ്തു എന്നുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ അവനും അപ്പോസ്തലൻ 10:38 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പിതാവിനെ പോലെ തന്നെ തന്റെ ഏകജാതനും നന്മ ചെയ്യുന്നവനായി സഞ്ചരിച്ച്. The Bible says Jesus Christ went doing good. മൊത്തത്തിൽ ദൈവം നല്ലവൻ തന്നെ. നല്ലവനായ ദൈവത്തിന് ശത്രുക്കളുണ്ടോ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഉണ്ട് എന്നാണ്.
തന്റെ ശത്രുക്കൾ തന്റെ വ്യാധപീഠം ആകുവോളം പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിൽ യേശു ഇപ്പോഴും കാത്തിരിക്കുന്നു. ദൈവത്തിന് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ദൈവ മക്കൾക്കും ശത്രുക്കൾ ഉണ്ട്. കാരണം ദൈവ മക്കളുടെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാനല്ല. ആബ്രഹാമിനെ വിളിച്ച ദൈവം കൊടുത്ത വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം 12:1-2 വചനങ്ങളില് I will bless you and you will be a blessing. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. ആമേൻ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത് മറ്റവർക്ക് വേണ്ടിയാണ്. അതേ അനുഗ്രഹം ദൈവ പൈതലേ, നീ യേശുവിന്റെ ശിഷ്യനായി മാറുമ്പോൾ ആബ്രഹാമിനിൽ പകർന്ന അതേ അനുഗ്രഹം ഓട്ടോമാറ്റിക്കായി നിന്നിൽ, നിന്റെ തലമുറയിൽ, നിന്റെ സഭയിൽ, നിന്റെ ദേശത്തിൽ അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് പൗലോസ് എഴുതുന്നത്. റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 29-ാം വചനത്തിൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അനുഗ്രഹ പൂർത്തിയോടെ നിങ്ങളുടെ അടുക്കൽ കടന്നു വരും. When I come to your church, Paul says, I will not come with my empty hands. Surely I will come with the fullest blessing of gospel of Jesus Christ. ഞാൻ നിങ്ങളുടെ സഭയിൽ വരുന്നത് വെറുങ്കയായിട്ടല്ല, യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അനുഗ്രഹത്തിന്റെ പൂർത്തിയുമായി ഞാൻ കടന്നു വരും. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ അനുഗ്രഹത്തെ ചുമക്കുവാൻ വേണ്ടിയാണ്. കർത്താവിന്റെ അനുഗ്രഹത്തെ ചുമന്ന് ജീവിക്കുന്ന യേശുവിന്റെ ശിഷ്യനായ ദൈവ പൈതൽ, പ്രിയമുള്ളവരെ, അവൻ വ്യത്യസ്തനാണ്. കാരണം ഈ ഭൂമിയിൽ 2 മാർഗങ്ങൾ ഉണ്ട്. ഒന്ന്, റോമർ 12:2 പ്രകാരം പ്രപഞ്ചത്തിന് യോഗ്യമായി നടക്കുക. 2 കൊലോസ്യർ 2:8 പ്രകാരം ക്രിസ്തുവിന് ഒത്തവണ്ണം നടക്കുക. യേശുവിന്റെ അനുഗ്രഹം ചുമന്ന് നടക്കുന്ന യേശുവിന്റെ ശിഷ്യൻ ഒരിക്കലും പ്രപഞ്ചത്തിന് ഒത്തവണ്ണം നടക്കുകയില്ല. അവൻ ക്രിസ്തുവിന് ഒത്തവണ്ണം മാത്രമേ ജീവിക്കുകയുള്ളൂ. ക്രിസ്തുവിന് ഒത്തവണ്ണം ജീവിക്കുന്നവന് വിരോധമായി ഈ പ്രപഞ്ചം, ഈ ലോകം ഓട്ടോമാറ്റിക്കായി തിരിയും. അവനെ നെരുക്കും, അവനെ ഒറ്റപ്പെടുത്തും. അതാണ് പൗലോസ് എഴുതുന്നത്. അനുഗ്രഹം ചുമക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട പൗലോസ് എഴുതുന്നു 1 കൊരിന്ത്യർ 16-ാം അധ്യായം 9-ാം വചനത്തിലെ എതിരാളികളും എനിക്ക് പലർ ഉണ്ട്. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആരെതിരാളികൾ? ദൈവഭക്തന്റെ എതിരാളികൾ, യേശുവിന്റെ ശിഷ്യന്റെ എതിരാളികൾ, ക്രിസ്തുവിന് ഒത്തവണ്ണം നടക്കുന്ന വിശ്വാസികളുടെ എതിരാളികളാർ. അവനവന്റെ ഇഷ്ട അനിഷ്ടങ്ങൾക്ക് അനുസരിക്കാത്ത മനുഷ്യനല്ല എതിരാളി. സുവിശേഷത്തിന് അനുസരിച്ച് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാതെ മത്സരിക്കുന്നവൻ നമ്മുടെ എതിരാളി. ആമേൻ. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 15 പ്രകാരം പൗലപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുന്നു, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ നമ്മുടെ പ്രസംഗത്തിന് അത്യന്തം എതിർത്ത് നിന്ന്, അവൻ എന്റെ എതിരാളി, അവൻ നമ്മുടെ എതിരാളി. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ, തിമോത്തിയോസേ, അവൻ നമ്മുടെ പ്രസംഗത്തിന്, പൗലോസിന്റെ പ്രസംഗം സുവിശേഷമാണ്. ആമേൻ. പൗലോസിന്റെ പ്രസംഗ വിഷയം യേശുവാണ്.
അങ്ങനെയാണെങ്കിൽ ചെമ്പു പണിക്കാരൻ അലക്സാണ്ടർ ഞാൻ അറിയിച്ച സുവിശേഷത്തോട് എതിർത്ത് നിന്ന്, എന്റെ രക്ഷകൻ യേശുവോട് എതിർത്ത് നിന്ന് അവൻ ശത്രു, അവൻ എതിരാളി. 2 തിമോത്തിയസ് 3:8 എതിരാളി വചനത്തിന് അടിസ്ഥാനത്തിൽ സത്യത്തോട് മറുത്തു നിൽക്കുന്നവൻ, ദുർബുദ്ധികൾ, വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർ. ആമേൻ. ഇവരാണ് എതിരാളികൾ. ഇവരുടെ മുമ്പിൽ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ മുമ്പിൽ പാദപീഠമാകുവോളം ഞാൻ കാത്തിരിക്കുന്നു.